ഹായ്, നമ്മൾ ലൂസിഡിൻ ലോണിയുടെ ഇതിനു മുമ്പ് ഒരു ട്രെയിനിങ് സെക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് എടുക്കാൻ പറഞ്ഞതിന് ശേഷം മാത്രം അവരെടുക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയാതെ അവർ കഴിക്കരുത് എന്നുള്ള ഒരു നിർബന്ധം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ചില സമയങ്ങളിലൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടും. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ അവർക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ അധിക കാലമൊന്നും ആയിട്ടില്ല ട്രെയിനിങ് തുടങ്ങിയിട്ട്, വളരെ കുറച്ചായിട്ടുള്ളൂ. അതായത് ഇവരെ കൊണ്ടുവന്ന സമയത്ത് കുറേയൊക്കെ നല്ലപോലെ ട്രെയിൻ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ നല്ല ഗ്യാപ്പ് വിട്ടു. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ വീണ്ടും ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവർക്ക് കൊടുക്കാം. ഇപ്പം ഞാൻ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് അവൾ എടുക്കാൻ വരുന്നതായിരിക്കും. പക്ഷെ നമ്മളപ്പോൾ വെയിറ്റ് ചെയ്യിപ്പിച്ച് Luna, Lucy, sorry. Lucy, wait. No. Yes. No. അതിൻ്റെ ഇടയിൽ പൈങ്കും ഇടയിൽ യെസ് പറയുന്നുണ്ട്. അത് കണ്ടിട്ട് നോ ലൂസി, ഞാൻ പറഞ്ഞാലേ എടുക്കാവൂ, അവൾ പറഞ്ഞ എടുക്കരുത്. പൈങ്കു പറയില്ലേ കേട്ടോ. ലൂണ വെയിറ്റ്. ഇതാ ഇപ്പോൾ ലൂസിയുടെ അവൾക്ക് കൊടുത്ത് അവിടെ തന്നെ ഉണ്ട്. അവൾ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ലൂണയ്ക്ക് കൊടുക്കാൻ പോവാണ്. ലൂണ എടുക്കല്ലേ. അപ്പം എനിക്ക് കുറച്ച് മാറി നിൽക്കട. അവിടെ നിൽക്കട, അവിടെ നിൽക്കൂ, കാണട്ടെ. ലൂണ നോ നോ കാണുന്നുണ്ടല്ലോ അല്ലേ. പൈങ്കു മാറി നിൽക്കട. അച്ചടപ്പുറത്ത് വരൂ, ഇവിടെ വരൂ. എന്നാൽ മാത്രമേ അതിൽ കാണാൻ കഴിയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ലൂണ എടുക്കരുത്, നോ. ഇതാ ഇവര് കുറച്ച് തവണയൊക്കെ ഇതുപോലെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ എടുക്കാൻ വരാത്തത്. പൈങ്കു ഇടയിൽ യെസ് പറയരുത് കേട്ടോ. അവർ ഞാൻ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ലൂണയ്ക്കും ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്, എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൂണ നോ. ലൂണ നോ. ഇതാ കണ്ടില്ലേ, രണ്ടാളുടെ അവിടെ ഉണ്ട്. കാണണ്ടല്ലോ അല്ലേ, അത് അവിടെ ഉള്ളത് കാണണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അത് എസ് എന്ന് പറഞ്ഞാൽ അവരെടുക്കും. അയ്യോ, ആ എസ് എന്ന് പറയുമ്പോഴേക്കും അവരെടുത്തു. ലൂസി യെസ്, ലൂസി യെസ്, ലൂസി യെസ്, യെസ്, ലൂസി യെസ്, ലൂസി ദ യെസ്, യെസ്. മൊത്തം പാളിയല്ലോ. ഇത് അവളും ഇടയിൽ എസ് പറയുന്നുണ്ട്, ഞാനും എസ് പറയുന്നുണ്ട്. അപ്പോൾ അവള് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേ സംഭവം തന്നെ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ലൂസിക്ക് തന്നെ ഒന്ന് ഫസ്റ്റ് കൊടുക്കാം കേട്ടോ. ലൂസി സെറ്റ് കണ്ടോ, പറഞ്ഞായിരിക്കും. ആ ട്രെയിനിങ് ഒക്കെ ഓക്കെയാണ്. ഈ ഫുഡ് കൊടുക്കുന്ന കാര്യം കുറച്ചേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. എങ്കിലും നമുക്ക് നോക്കാം. ലൂസി നോ. അവൾക്ക് കാര്യം മനസ്സിലായി, അവൾ എടുക്കില്ല. ലൂണ പൈങ്കു കുറച്ച് സൈഡിലേക്ക് നിൽക്കടാ. ഇവിടെ അച്ഛടെ ഈ സൈഡ് നിൽക്കൂ. അപ്പൊ നമ്മൾ ലൂണയ്ക്ക് ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട്. പൈങ്കു ഇടയിലൊക്കെ സൗണ്ട് ആക്കിക്കൊണ്ട് നമ്മൾ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട്. ലൂണ നോ നോ എന്ന് പറയാ, വെയിറ്റ് ചെയ്യാ. ലൂണ നോ, എടുക്കരുത് കേട്ടോ, എടുക്കരുത്. നോ നോ നോ. അവൾ എടുക്കാൻ നോക്കി, നമ്മളൊന്ന് ഷൗട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ പിന്നെ എടുത്തിട്ടില്ല. അത് അകത്തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തോളാൻ പറയാൻ പോവാണ്. ലൂണ ലൂസി യെസ്. ലൂണ എടുത്തു. ലൂസി യെസ്, ലൂസി യെസ് എടുത്തോ. ലൂസി എടുക്കുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് കണ്ടിട്ടാന്ന് തോന്നുന്നു. ലൂസി എടുത്തതാ. യെസ്. അതെ, അതാണ് സംഭവം. എൻ്റെ കയ്യിലുള്ളത് കണ്ടിട്ടാ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒന്ന് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഇവരെ ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.